നമ്മൾ ഒരു നാടൻ ചായ. ഓക്കെ, അതിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു, പിന്നെ നമ്മൾ പാലാട് ചെയ്യുക. അപ്പോൾ 4 ഗ്ലാസ് ചായ വേണം. അത് 2 പിള്ളേർക്കുണ്ട്, പിള്ളേർക്ക് പാലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 3 ഗ്ലാസ് പാലും അതുപോലെ 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ. ടോണി സാജൻ ബ്ലോഗ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ ഇതുണ്ട് നിങ്ങൾ മുട്ട. സാധാരണ മുട്ട പുഴുങ്ങുന്ന എങ്ങനെ നമ്മൾ ഇതിലേക്ക് വെള്ളം നിറച്ച് സ്റ്റവിൽ വെച്ച് ചൂടാക്കുമ്പോൾ അത് മുട്ട ഇട്ടിട്ടാണ് നമ്മൾ പുഴുങ്ങുന്നത്. വ്യത്യസ്തമായ രീതിയിൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. ഓക്കെ, കാണണോ? നമ്മളിപ്പോൾ 4 മുട്ട ഇട്ടിരുന്നു. ഓക്കെ, കുക്കറിൽ നമ്മൾ ആ മുട്ട മുങ്ങിത്തക്ക വിധത്തിൽ എന്ത് ചെയ്യുക, വെള്ളം നിറയ്ക്കുക. മുട്ട മുങ്ങണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുക്കർ അടച്ചു വെക്കാം. തീ കൊടുക്കുന്നു. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ മുട്ട പുഴുങ്ങാണ് കുക്കറിൽ. 5 മിനിറ്റ്സ്. ടൈം സ്റ്റാർട്ട് നൗ. ഇപ്പുറത്ത് നമ്മൾ ഫസ്റ്റ് ചായ ഉണ്ടാക്കാൻ വേണ്ടി പാലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പിള്ളേർക്ക് വേണ്ടി 2 ഗ്ലാസ് പാല് വേണം. അതുപോലെ ഞങ്ങൾക്ക് ചായയാണ് കുടിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ പാല് തിളച്ച് വരുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, തിളച്ച പാല് ഗ്ലാസ്സിലേക്ക് മാറ്റും. ആർക്കാ? പിള്ളേർക്ക് വേണ്ടി. അത് കഴിഞ്ഞിട്ട് ചായ നമ്മൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ചായ സുഹൃത്തുക്കളെ. പിന്നെ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ വെള്ളത്തിൽ ചായപ്പൊടി ഇട്ടിട്ട് ആ ചായപ്പൊടി തിളച്ചതിന് ശേഷമാണ് നമ്മൾ പാൽ ഒഴിക്കുന്നത്. അങ്ങനെയല്ലേ സാധാരണമായിട്ട് ചായ വയ്ക്കുന്നത്. അതാ പാല് തിളയ്ക്കാൻ തുടങ്ങിട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിയോ, സ്റ്റവ് ഓഫ് ചെയ്യുന്നു. ആദ്യത്തെ 2 ഗ്ലാസ് നമ്മൾ പിള്ളേർക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലാസ്സിലേക്ക് പാലെടുക്കണം. ഓക്കെ, ഇത്രയും പാല്. ഈ പാല് നമ്മൾ എന്ത് ചെയ്യാം, 1 സെക്കൻഡ് നമ്മൾ ചൂടാക്കുന്നു. ഒന്നും കൂടെ ഫ്ലെയിം ചെയ്യുന്നു കേട്ടോ, ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ചായപ്പൊടി നമ്മൾ മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അത് നമ്മൾ മൂടി വെച്ചിട്ട് ദമ്മിടാണ്. ചായ ദമ്മിടാണ്. നിങ്ങൾ ദമ്മിട്ടിട്ടുള്ള തിളച്ചു വന്നു. വീണ്ടും നമ്മൾ ഓഫ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ചായപ്പൊടി ഇടാണ്. ഓക്കെ, ഇതാണ് ദം ടീ. ഓക്കെ, ദം ടീ റെഡിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എടുത്ത് കുടിച്ചു നോക്കിയോ, നിങ്ങൾക്ക് യഥാർത്ഥ ചായയുടെ ടേസ്റ്റ് അറിയാൻ സാധിക്കും. ഓക്കെ, ആറായി. കാരണം എന്താ വെച്ചാല് ഒറ്റ വിസിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഓഫ് ആകണം. തീ ഓഫ് ആകണം. പിള്ളേർക്ക് പാൽ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര എല്ലാവരും കുടിക്കത്തില്ല. അപ്പൊ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര തരാം കേട്ടോ. അതായത് മുട്ട നമ്മൾ എന്ത് ചെയ്യാ, ഓഫ് ചെയ്തു. അപ്പൊ മുട്ട റെഡി ആയിട്ടുണ്ട്. എത്ര മിനിറ്റ്? 5 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയായി മുട്ട പൊഴുങ്ങി. നോക്കിയോ നിങ്ങള്. ഓക്കെ, ഹായ് ഗൈസ്, നമ്മള് ചായ റെഡിയാക്കി കേട്ടോ. അപ്പൊ നമ്മള് ദം കൂട്ടിക്കട്ടെ ചായയുടെ. നോക്കിയോ, ഫാസ്റ്റ് ഫ്ലെയിം. അതിന്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അടിപൊളിയാണ് മക്കളെ, ഒരു രക്ഷയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, അല്പം നൽകി കൊടുക്കുന്നു. പഞ്ചസാര വേണ്ടവർക്ക് നിങ്ങൾക്ക് ഗ്ലാസ്സിന്റെ വേണമെങ്കിൽ ഗ്ലാസ്സിൽ ഇടാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇടാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഗ്ലാസ് ഇടുന്നത്. എനിക്ക് അധികം പഞ്ചസാര ഞാൻ ഉപയോഗിക്കുന്നില്ല, കുറച്ച് പഞ്ചസാര ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഞാൻ അങ്ങനെ, എൻ്റെ വൈഫും കുറച്ച് പഞ്ചസാര ഉപയോഗിക്കുള്ളൂ. ഞങ്ങൾ ഗ്ലാസ് ഇട്ടു കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ചായ എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന രംഗമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ നോക്കിയോളൂ. അരിച്ച് നമ്മൾ ഒഴിക്കുകയാണ്. കണ്ടോ നിങ്ങൾ എന്ത് രസമുള്ള ചായ എന്നറിയാം മക്കളെ. സ്ട്രോങ് വേണ്ടവർക്ക് സ്ട്രോങ്. ഞങ്ങൾ കുറച്ച് സ്ട്രോങ് കുടിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, കലാസ്.